നമസ്കാരം. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാണ് സൂഷി. ഇന്നത്തെ എപ്പിസോഡിൽ ഈ സൂഷിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ നമുക്കൊന്ന് ഉണ്ടാക്കാം. ഞാനിവിടെ 1 കപ്പ് ജാസ്മിൻ റൈസ് വറ്റിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല പശപ്പെടുത്തുള്ള, അതായത് സ്റ്റിക്കി ആയിട്ടുള്ള ഏത് റൈസും നമുക്ക് സൂഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി റൈസിലേക്ക് സോൾട്ട്, കൂടാതെ റൈസ് വെനീഗർ, അല്പം സ്വീറ്റ് ആയിട്ടുള്ള റൈസ് വെനീഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ റൈസ് വെനീഗർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെനീഗർ 1:1 റേഷ്യോയിൽ വെള്ളമായിട്ട് കൂട്ടിച്ചേർത്ത് അതിലേക്ക് 1/2 സ്പൂണ് ഷുഗറും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ചില സ്ഥലങ്ങളിൽ സൂഷി വെനീഗർ വാങ്ങിക്കാൻ കിട്ടും. അത് സെയിം റൈസ് വെനീഗർ തന്നെയാണ്, അത് അല്പം ഒന്ന് സ്വീറ്റൻ ചെയ്തെടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് സൂഷിയുടെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ആകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അല്പം ക്രാബ് മീറ്റ് ആണ്. ഇതിന് പകരമായിട്ട് കുക്ക് ചെയ്ത ഷ്രിമ്പ് ചെറുതായിട്ട് മിൻസ് ചെയ്തെടുത്താലും മതി. ഇനി സ്പൈസി മയണൈസ്, സാധാരണ മയണൈസിൻ്റെ കൂടെ ഒരല്പം ചില്ലി സോസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൈസി മയണൈസായി. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്യൂക്കമ്പർ, സാധാരണ ബേബി ക്യൂക്കമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ക്യൂക്കമ്പർ ഉപയോഗിക്കുകയാണ്. ബേബി ക്യൂക്കമ്പറിൻ്റെ സ്കിൻ അധികം ടഫല്ല. ക്യൂക്കമ്പറിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ തിന്നായിട്ട് നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അവക്കാഡോ നീളത്തിലുള്ള സ്ലൈസുകളാക്കി എടുക്കണം. സൂഷി റോൾ ചെയ്യാനുള്ള ഷീറ്റിനെ സുഷി നോറി എന്ന് പറയും. കടലിൽ വളരുന്ന സീവീഡ് എന്ന് പറയുന്ന ഒരു സസ്യമാണ് ബേസിക്കലി സൂഷി ഷീറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ ഷീറ്റ്സ് കട്ട് ചെയ്ത് ഇതിലേക്ക് വളരെ തിന്നായിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആർക്കെങ്കിലും സൂഷി ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇതിന് വേണ്ട സുഷി നോറി, സുഷി മാറ്റ്സ്, അതുപോലെ തന്നെ സുഷി റൈസ്, സുഷി വെനിഗർ എല്ലാം തന്നെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് റൈസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഐസ് വാട്ടറിനകത്ത് കൈ മുക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടത്തില്ല. നമുക്കിതുപോലെ ഷീറ്റിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സൂഷിയുടെ തലപ്പ് ഒരു സ്പേസ് ഇതുപോലെ ഇട്ടേക്കണം. ഇതുപോലെ ബാമ്പു മാറ്റിലാണ് നമ്മൾ സൂഷി റോൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. സൂഷി മാറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളൊന്ന് പ്ലാസ്റ്റിക്കിനകത്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് നമ്മളിന്നിവിടെ സൂഷി ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഈ ബ്ലാക്ക് സർഫസിൻ്റെ പുറത്താണ് ഫില്ലിങ്സ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂഷി റോൾ ചെയ്യാൻ റെഡിയാണ്. ഇത് ഈ മാറ്റിൻ്റെ ഒരു അറ്റത്തേക്ക് വലിച്ചു വെച്ചിട്ട് വേണം നമുക്ക് റോൾ ചെയ്യാൻ തുടങ്ങാൻ. അതുപോലെ തന്നെ ഇതിലെ ഫില്ലിങ്സ് എല്ലാം നമുക്ക് കൈവരൽ കൊണ്ടൊന്ന് ടക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ഇത് റോൾ ചെയ്യാൻ. റോൾ ചെയ്യുന്നതനുസരിച്ച് മാറ്റ് നമുക്കൊന്ന് ജെന്റിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ മാറ്റ് അല്പാൽപ്പമായിട്ട് മുമ്പിലേക്ക് വലിക്കുക, അതിനോടൊപ്പം തന്നെ ഇതൊന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മൾ തിരിച്ചൊന്ന് റോൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്മൾ ബ്ലാക്ക് സൈഡിലാണ് നമ്മൾ ഫില്ലിങ്സ് എല്ലാം വെച്ചത്. രണ്ടാമത്തെ നമ്മൾ ചോറയിലാണ് ഫില്ലിങ്സ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം.
നമ്മുടെ 3 റോൾസ് ഇവിടെ കട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ മുകളിൽ ഡ്രസ്സിങ്സ് ചേർക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. വളരെ ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് വേണം നമുക്ക് സൂഷി മുറിക്കാൻ. ഓരോ തവണ മുറിക്കുമ്പോഴും നമ്മുടെ കത്തിയിലിരിക്കുന്ന ചോറെല്ലാം ക്ലീൻ ചെയ്ത് കത്തി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മുറിക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ സൂഷി ക്ലീൻ ആയിട്ടും വളരെ ഷാർപ്പ് ഔട്ട്ലൈനോട് കൂടി മുറിച്ചെടുക്കാൻ നമുക്ക് വളരെ പാടായിരിക്കും. ആദ്യം നമ്മുടെ സൂഷി റോൾസ് 2 ആയിട്ട് മുറിക്കണം, പിന്നെ അത് 4 ആയിട്ട്, വീണ്ടും അത് 8 ആയിട്ട്. ഒരു സ്റ്റാൻഡേർഡ് സൂഷി റോൾ എന്ന് പറയുന്നത് നമുക്കത് 8 ആയിട്ട് മുറിക്കാം. ഇനി ഇതിലൊരു 3-4 റോൾ നമുക്ക് ഒരു അല്പം ഡിഫറെൻ്റ് ആക്കി എടുക്കാം. ഇത് ഫ്ലാറ്റൻ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിംസ് ആണ്. ഈ സൂഷിയുടെ മുകളിൽ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഡ്രസ്സിങ് ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്പൈസി മായും ഈൽ സോസിന് പകരം നമുക്ക് ഓയിസ്റ്റർ സോസ് ഉപയോഗിച്ചാലും മതി. അതല്ലെങ്കിൽ വേറെ സോയ് സോസിൽ മുക്കി കഴിക്കാം. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്ഷണലായിട്ട് നമുക്ക് ഫ്രൈഡ് ഒനിയൻ ഇതുപോലെ ചേർക്കാം. കൂടാതെ ഇത് ഗാർണിഷ് ചെയ്യണമെങ്കിൽ സെസമി സീഡ്സ്. സുഷി കഴിക്കാൻ പല കോണ്ടിമെൻറ്റ്സ് ഉപയോഗിക്കാം. ജപ്പാൻകാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വസാബി, പിന്നെ സ്പൈസി ജിഞ്ചർ. ജാപ്പനീസ് സൂഷി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തരാനും, കമൻസ് ഇടാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.